ഞങ്ങളെ കൂടി അവരിരുത്തിയത് ഇവർ രണ്ടുപേരും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്താൽ അത് ചോദ്യം ചെയ്യാനുള്ള മൂന്നാമത്തെ ശക്തി നിങ്ങളാണ് എന്ന കൃത്യമായ നിലപാടാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി വിചാരിച്ചാൽ ഒരൊറ്റ ഫയലിൽ ഒപ്പിട്ടാൽ തീരാവുന്ന ഒരു വിഷയം അത്രയേ ഉള്ളൂ. അതിന് മുകളിലൊന്നുമില്ല ഇതിനകത്ത്. പ്രതിഷേധിക്കാനായി നാമജപ ഘോഷയാത്ര നടത്തിയ അമ്മമാരും പെങ്ങന്മാരും അമ്മൂമ്മമാരും അടക്കമുള്ള അതിൽ ധാരാളം പേര് സ്ത്രീകളാണ്. ഒരു ഘട്ടത്തിലും ഒരു പൊതു രാഷ്ട്രീയ പരിപാടിക്കോ അല്ലെങ്കിൽ ഒരു പൊതുപരിപാടിക്കോ പോലും ഇറങ്ങി നിൽക്കാത്ത വീട്ടിൽ നിന്നുള്ള അമ്മമാർ പോലും നാമജപ ഘോഷയാത്രകൾക്കും അതുപോലെ തന്നെ ദീപം തെളിയിക്കാനും ഒക്കെ ഇറങ്ങി പുറത്തേക്ക് വന്നത് ശബരിമല ശാസ്താവിന് നേരെ നടന്നിട്ടുള്ള ഒരു അതിക്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ എതിർക്കണം എന്നുള്ള കൃത്യമായ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. പത്തനംതിട്ടയിൽ ഒരു ചേട്ടൻ്റെ തലയിലേക്ക് കല്ലെറിഞ്ഞുകൊണ്ട് CPM ഓഫീസിൽ നിന്ന് കല്ലെറിഞ്ഞ ഒരാളെ കൊന്നപ്പോൾ അയാളുടെ വീട്ടിൽ പോയി നിങ്ങൾ കാണിച്ചത് രാഷ്ട്രീയത്തിൻ്റെ നാണം കെട്ട രാഷ്ട്രീയമല്ലെങ്കിൽ നിങ്ങൾ ആ കേസുകൾ എഴുതിത്തള്ളാൻ തയ്യാറാവണം. അതിന് VD സതീശന് സമയമില്ല. പക്ഷേ VD സതീശൻ്റെ പിള്ളേരെ തൊട്ടവർക്കെതിരെ കേസെടുക്കാനും അവർക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകാനും SIT രൂപീകരിക്കാനും ഒക്കെ VD സതീശന് സമയമില്ല. സ്വർണ്ണക്കൊള്ള കേസിൽ CBI അന്വേഷണം നടത്താം എന്നുള്ള വാർത്ത എങ്ങനെ നടത്തും ചേട്ടാ? സോണിയാഗാന്ധിയോട് ചോദിക്കണ്ടേ? എന്തിനാ വന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി? മറുപടി പറയണ്ടേ? അടൂർ പ്രകാശ് UDF കൺവീനറാണ്, എങ്ങനെ ചോദിക്കും? പക്ഷേ ഈ സർക്കാർ ശബരിമല കേസുകളെ കാറ്റഗറൈസ് ചെയ്യാനുള്ള അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്കറിയാം. ആ ഉദ്ദേശം UDF കയ്യിൽ വെച്ചിരുന്നാൽ മതി. എല്ലാ സമരങ്ങളും ഈ പറയുന്ന യുവതീ പ്രവേശനത്തിനെതിരായ സമരങ്ങളായിരുന്നു. എല്ലാ സമരങ്ങളും നാമജപ സമരങ്ങളായിരുന്നു. ഒരു സമരം പോലും അക്രമ സമരങ്ങളായിട്ടില്ല.